ദാ ഇത് ജ്വല്ലറിയുടെ എഗ്രിമെന്റ്, ഇത് ഗാർമെന്റ്സിന്റെ, ഇത് അഴകത്ത് ഫിനാൻസിന്റെ. എല്ലാത്തിന്റെയും പവർ ഓഫ് അറ്റോർണി എഴുതി വാങ്ങിച്ചു ഞാൻ. കൺഗ്രാറ്റുലേഷൻസ്. കവിതയുടെ കഴിവിനെ സമ്മതിച്ചു ഞാൻ. എന്റെ മാത്രം കഴിവല്ല സോളമ. അനിയേട്ടനും മേമനും സോളമനും ഒക്കെ ഒരുപാട് സഹായിച്ചില്ലേ എന്നെ. ഇത് ഒരു പവർ ഓഫ് അറ്റോർണി മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും അനന്തുവിന് തിരിച്ചെടുക്കാം. എന്താ ശരിയല്ലേ? എടുക്കാം, പക്ഷേ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ബാലാമണിയുടെ യോഗം തന്നെയായിരിക്കും അനന്തുവിനും. സോളമൻ എന്റെ വലം കൈ പോലെ കൂടെ ഉണ്ടെങ്കിൽ. ഉണ്ടാവും. എന്റെ ജീവൻ രക്ഷിച്ചത് മുതൽ എന്റെ ദോഷ സമയങ്ങളിലെല്ലാം കവിത എനിക്കൊപ്പം നിന്നിട്ടുണ്ട്. അഴകത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോഴും കവിത എന്നെ സഹായിച്ചത്. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാറില്ല സോളമ, കൂടെ നിൽക്കുന്നവരെ മറക്കാറില്ല കവിത. കമ്പനികളുടെ MD ആയിട്ട് ഞാൻ സ്വയം ഭരണം ഏറ്റെടുക്കും. അപ്പോ എന്റെ കൂടെ ഉണ്ടാവും സോളമൻ. അപ്പം മാത്രമല്ല, എപ്പോഴും എന്റെ കൂടെ വേണമെന്ന് എന്റെ ആഗ്രഹം. What do you mean? ചെമ്പരത്തി പോവാണെന്ന് തോന്നുന്നുണ്ടോ എന്റെ ഹൃദയം? എങ്കിലെനിക്കൊന്നും പറയാനില്ല. ഹൃദയം മണ്ണാങ്കട്ട, രക്തം പമ്പ് ചെയ്യുന്ന ഒരു മെഷീൻ. അതിനപ്പുറം ഒന്നുമല്ല അത്. ആരെയും ഹൃദയം കൊണ്ട് സ്നേഹിച്ചിട്ടില്ല ഞാൻ. സ്നേഹം തലച്ചോറ് കൊണ്ട്. ഉപകാരപ്പെടാത്ത ഒരാളെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല. ശരീരവും മനസ്സും ഭർത്താവിന് വേണ്ടി കാഴ്ചവെച്ച് അവന്റെ ആട്ടും തുപ്പും കൊണ്ട് നരകിക്കുന്ന ഇവിടത്തെ ശീലാവതികളെക്കാൾ മണിക്കൂറുകൾക്ക് വില പറയുന്ന കോൾ ഗേൾസിനെയാ എനിക്കിഷ്ടം. ജീവിക്കാൻ പഠിച്ചത് അവരല്ലേ സോളമ? മരിച്ചാൽ നാറ്റം വെക്കും, മണിക്കൂറുകൾക്കുള്ളിൽ മരവിക്കും, ഈച്ചയും പുഴുവായിരിക്കും ഏത് സുന്ദരിയുടെയും ശരീരത്തിൽ. അതുകൊണ്ട് എന്റെ പരിഗണനയിലുണ്ട് സോളമൻ. അമ്മേ, അമ്മയുടെ കൈക്ക് എങ്ങനെയുണ്ട്? കണ്ടില്ലേ, കൈ ഇവിടെ തന്നെയുണ്ട്. അല്ല, പൊട്ടൽ വല്ലതും ഉണ്ടാവും? ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന തെറ്റാണോ അമ്മേ? നിനക്കിത് സുഖവിവരമാണ്, പക്ഷേ എനിക്കിത് അസുഖമാണ്, അസുഖകരമായ വിവരമാണ്. അമ്മ ഇങ്ങനെ വാക്കുകളിൽ പിടിച്ച് തർക്കിക്കാതെ എങ്ങനെയുണ്ടെന്ന് പറ. അമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണോ? അപ്പൊ നീയും നാട്ടുകാരും തമ്മിൽ എന്താ വ്യത്യാസം? അമ്മേ, ഞാൻ എല്ലാം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആരോട്? ആകെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആനന്ദാണ്. അവനോട് നീ സംസാരിക്കാറില്ലല്ലോ. എന്നിട്ട് ഞാൻ സംസാരിച്ചു അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി നീ ഒരു ചുക്കും ചെയ്യണ്ട. നിനക്ക് വേണ്ടി. അമ്മയുടെ വിവരങ്ങൾ അറിയേണ്ടത് നിനക്ക് വേണ്ടിയായിരിക്കണം. അതിന് വേണ്ടത് ഹൃദയത്തിനുള്ളിൽ നിന്ന് വരുന്ന സ്നേഹ. അത് നിനക്കില്ല. സ്നേഹം എന്റെ ഉള്ളിലുണ്ട്, അത് നിങ്ങളാരും കാണുന്നില്ല. കാണിക്കണ്ട. നിന്റെ സ്നേഹം കാണാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. നീ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിന്റെ ഭാര്യയ്ക്ക് തന്നെ തൂക്കി വിൽക്ക്. എനിക്ക് അമ്മയോട് സ്നേഹമില്ല എന്നാണോ പറയുന്നത്? അല്ല, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാ പറഞ്ഞു വരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ പോലും ഒന്നന്വേഷിച്ചു വരാത്ത മകനോട്
എനിക്ക് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. അമ്മയ്ക്കില്ലാത്ത സ്നേഹം ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അനന്തു? ഇങ്ങോട്ട് വാ. ഇങ്ങനെ നിന്ന് ഇഷ്ടങ്ങൾക്ക് വേണ്ടി യാചിക്കരുത്. വാ അനന്തു. അരവിന്ദ, ഇന്ന് വരെ നിങ്ങൾ കുട്ടികളോട് മുഖം കറുത്ത് വർത്താനം പറയാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ള വാക്കുകൾ വല്ലാത്ത മുറിവുകളാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. പക്ഷെ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഉണ്ണിയാമേ, ഞാൻ എന്ത് ചെയ്തിട്ടാ ഉണ്ണിയാമ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ശ്രദ്ധിക്കണം. മൂത്ത ആൾക്കാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. ഇവിടെ നിന്റെ അമ്മയ്ക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടത് നീയും നിന്റെ ഭാര്യ. എന്നിട്ടിവിടെ സംഭവിക്കുന്നത് എന്താ? എടാ, മൈഥിലിക്ക് എന്താടാ സുമംഗലയോട് ഇത്ര ദേഷ്യം? ഉണ്ണിയാമേ, അവൾ ഈ വായിക്കൊള്ളാത്ത വർത്തമാനം പറയുന്നല്ലാതെ വലിയ കുഴപ്പക്കാരിയൊന്നുമല്ല. എനിക്കിപ്പോഴും തോന്നുന്നില്ല അവൾ മനഃപൂർവ്വം അമ്മയെ വീഴ്ചയെന്ന്. പിന്നെ എങ്ങനെയാടാ ഇത് സംഭവിച്ചത്? കവിതയാണോ കാരണക്കാരി? അറിയാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ബോട്ടിൽ നിറച്ചു വെച്ച എണ്ണയാ. ഒരുപക്ഷെ അത് തനിയെ മറിഞ്ഞു വീണതായിക്കൂടെ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. ഈ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം നിനക്ക്. ഞാൻ ശ്രദ്ധിച്ചോളാം ഉണ്ണിയാമേ. പിന്നെ തലതിരിഞ്ഞ ബുദ്ധി മനസ്സിലുണ്ടെങ്കിലും അത് വായി കൂടെ പുറത്തു വീഴിക്കരുതെന്ന് പറയണം നിന്റെ ഭാര്യയോട്. അവൾ എന്നോട് ചോദിക്കുക, സുമംഗലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അഴകത്തെ സ്വത്ത് മുഴുവൻ എനിക്കാണോന്ന്. അവളുടെ ഒരു ചിന്ത പോയ പോക്കേ. അങ്ങനെ ചോദിച്ചോ അവള്? അല്ല, എന്ത് ചെയ്യാം ഉണ്ണിയാമേ, മനസ്സിലൊന്നും വച്ചോണ്ടായിരിക്കില്ല. എന്നാലും വേദനിപ്പിക്കരുതെന്ന് പറയണം. തീർച്ചയായിട്ടും പറയാം. ഇവളുടെ വായടച്ചു വയ്ക്കാൻ എന്താ ഈശ്വര ഒരു വഴി? ഇനിയെങ്കിലും അനന്ത ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാരണവന്മാരുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും കള്ളത്തരവാ. മക്കളെ തരം തിരിച്ചു കാണും. അമ്മ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ അനന്തു, അമ്മയ്ക്ക് 3 മക്കളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് അനന്തുവിനെയാ. അതിന് കാരണം എന്താണെന്നറിയോ? മൂത്ത മകൻ ഇന്ത്യ ഒട്ടുക്ക് സർക്കുലേഷനുള്ള ഒരു പത്രത്തിന്റെ ജേർണലിസ്റ്റ്. രണ്ടാമത്തെ മകൻ നഗരത്തിലെ പ്രശസ്തമായ കോളേജിലെ അധ്യാപകൻ. അനന്തുവിന് മാത്രം എടുത്തു പറയാൻ ഒന്നുമില്ല. ഞാൻ ഒരു ഒന്നാം തരം ബിസിനസ്സുകാരനാ. അതുകൊണ്ട് എന്താ കാര്യം? ഇളയ മകൻ എന്താ ജോലിയെന്ന് ആൾക്കാർ ചോദിക്കുമ്പോ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, അവൻ ഇവിടത്തെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നു. ആലോചിക്കുമ്പോ ശരിയല്ലേ? എങ്ങനെയെങ്കിലും ഇതെല്ലാം സ്വന്തമാക്കാൻ നോക്ക്. അവിടെയാ മിടുക്ക്. കവിത, എന്നാലും ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉള്ളതല്ലേ ഈ സ്വത്ത് മുഴുവൻ? ആണ്. പക്ഷേ തരുവെന്ന് എന്താ ഉറപ്പ്? തന്നില്ലെങ്കിലോ? അനന്തുവിനെ അമ്മയ്ക്കിഷ്ടമില്ലാത്തതിന് ഒരു കാരണവും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. എന്താ അത്? അനന്തു അഴകത്തെ അല്ലാന്ന്. എടുത്തു വളർത്തിയത് അനന്തുവിനെയാണോന്ന്. മൈഥിലി, ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് വിഷമം തോന്നരുത്. ഉള്ള സത്യം തുറന്നു പറയണം. നീയാണോ അമ്മയുടെ ബാത്റൂമിൽ എണ്ണയെടുത്തൊഴിച്ചത്?
അതെ, ആ. ഞാനാ അരവിന്ദേട്ടാ. ഇതുവരെ എണ്ണ ഒഴിച്ചതും ഞാനാ, ഒഴിച്ചുകൊണ്ടിരിക്കുന്നതും ഞാനാ, ഇനി ഒഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതും ഞാനാ. എടി, നീ ഇങ്ങനെ നിരാശപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. കാര്യം അറിയാൻ വേണ്ടിയാ. എന്റെ അരവിന്ദേട്ടാ, വിളക്കിലല്ലാതെ ഞാൻ ഇതുവരെ എണ്ണ ഒഴിച്ചിട്ടില്ല. കടുക് വറുക്കാൻ എടുക്കുന്ന എണ്ണ പോലും ഞാൻ നിലത്ത് വീഴ്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ബാത്റൂമിൽ ഞാൻ വീഴിക്കും? അമ്മ ഉറപ്പിച്ച് പറയുന്നു ആരും എടുത്ത് ഒഴിക്കാതെ എണ്ണ നിലത്ത് വീഴില്ലെന്ന്. അമ്മയുടെ തോന്നലല്ലേ, ചിലപ്പോ അത് തനിയെ മറിഞ്ഞു വീണതാവും. അയ്യോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. കവിത എടുത്തൊഴിച്ചത് തന്നെയാണെന്നാ എന്റെ വിശ്വാസം. അമ്മയെ വീഴിക്കാനും എന്നെ കൊടുക്കാനും. ദേ, അറിയാത്ത കാര്യങ്ങളൊന്നും ഊഹം വെച്ച് പറയണ്ട. ആഹാ, അപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹം വെച്ച് പറയാല്ലേ? സാഹചര്യ തെളിവുകളെല്ലാം നിനക്കെതിരാണല്ലോ, അതുകൊണ്ടല്ലേ. എന്റെ അരവിന്ദേട്ടാ, വിളക്കിനടുത്തൂടി ഒരു ഈയാമ്പാറ്റ പറന്നു കരുതി വിളക്ക് കെടുത്തിയത് ആ പാവാണെന്ന് പറയാൻ പറ്റുമോ? എന്താ? അല്ല, ഈ വിളക്കിനടുത്തൂടി ഒരു ഈയാമ്പാറ്റ പറന്നു കരുതി വിളക്ക് ആരെങ്കിലും ഊതിക്കെടുത്തിയതായിക്കൂടെ? സാഹചര്യ തെളിവുകൾ എതിരായി പോയ ഒരു പാവ ഈയാമ്പാറ്റയാണ് ഞാൻ. ഹോ, ഇത്രയും വലിയ ഉദാഹരണങ്ങളൊക്കെ പറയാനറിയാവുന്ന നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട മൈഥിലി? എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്താ? ഒന്ന് പോടുന്നു. എന്താ മോളെ? ഒന്നുമില്ല. എന്താന്നറിയില്ല, 2 ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണം അമ്മേ. വയറിലൊക്കെ എന്തോ ഒരു അസ്വസ്ഥത. ഇങ്ങനെയൊന്നും അല്ല ഗർഭകാലത്ത് നോക്കേണ്ടത്. അമ്മയ്ക്കറിയാം. കൊച്ചിന്റെ അസുഖത്തിനിടയിൽ മോളുടെ കാര്യം ശ്രദ്ധിച്ചില്ല അമ്മ. അതൊന്നും സാരില്ലമ്മേ. ഒറ്റയ്ക്കാവുമ്പോ പല സമയത്തും ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. പലപ്പോഴും എന്നെ ഇങ്ങനെ മടിയിൽ കിടത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ. എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോവും, പക്ഷെ അതൊന്നും അമ്മ അറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അധികവും ദുഃഖങ്ങളാ, അനുഭവിച്ച കഷ്ടപ്പാടുകള്. നാളെ എനിക്കും എൻ്റെ കുഞ്ഞിനോട് പറയാനുണ്ടാവും ഒരു 100 കൂട്ടം സങ്കടങ്ങൾ. ഇങ്ങനെ ഒരു അമ്മയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കൂ. പിന്നില്ലാതെ. ഈ സ്നേഹം പറഞ്ഞാ തീരുവോ? ഭഗവതി ദുഷ്കൃതനാശിനി, ദുർഗതി നീക്കി തുണച്ചിടും അംബികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവന്മാരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു, ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചെല്ലിച്ചു. പിന്നെ പിറവോടു കൈകേയിയെ തന്നെ. കഞ്ഞി എടുത്തൂന്ന്, ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് വായിക്കാം. മന്ധരാന്ന് വായിച്ചപ്പോ തന്നെ വന്ന് മുടക്കി. കഷ്ടം, തനി മന്ധര തന്നെയാ. അതെന്താ ആ പേര് വായിക്കുമ്പോ ഇവിടെ ആർക്കും മിണ്ടിക്കൂടെ? ഹോ, അല്ല, ആരാ ഈ മന്ധര? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ. അതെ, കഞ്ഞി ആറി തണുത്ത് പോവല്ലോ നോർത്ത് ഞാൻ പറഞ്ഞതാ. രാമായണം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴായാലും വായിക്കാലോ. ഇത് കർക്കിടകമാണ്. ആ, രാമായണ മാസമാണെന്ന് നിനക്കറിയോ? അതുകൊണ്ടിപ്പോ എന്താ? ഉണ്ണിയേട്ടാ, ആ കഞ്ഞി അങ്ങ് വാങ്ങിച്ചു. ആ, ഞാൻ സ്പൂണിൽ കോരി കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഇങ്ങോട്ട് തരിക. ഉണ്ടാക്കാൻ ഞാനും കൊടുക്കാൻ ഉണ്ണിയമ്മയും. ഇത് എന്ത് മര്യാദയാണാവോ? മര്യാദയൊക്കെ ഞാൻ പറഞ്ഞു തരാം നിനക്ക്. ഇവിടെ ഇരിക്കടി. എന്തിന്? ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം.
എന്തിനാ? നീ ഇരിക്കടി, എന്നിട്ട് ഈ രാമായണം വായിക്കാം. അയ്യോ, ഞാൻ രാമായണമൊന്നും വായിക്കില്ല. എന്തായാലും നീ ആയിട്ട് ഇന്നത്തെ പ്രാർത്ഥന മുടക്കി. അക്ഷരം അറിയാലോ, നീ തന്നെ വായിക്ക. എനിക്ക് സംസ്കൃതമൊന്നും അറിഞ്ഞൂടാ. ഇത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ. അതുകൊണ്ട് എനിക്ക് എഴുത്തച്ഛന്റെ സംസ്കൃതം അറിഞ്ഞൂടാ. എഴുത്തച്ഛൻ സംസ്കൃതത്തിലല്ല, മലയാളത്തിലാ എഴുതിയത്. കഷ്ടം തന്നെ. നീ വായിക്കടി. മന്ദരെ ശൂർപ്പണയ്ക്കൊക്കെ ആരാണെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. അമ്മേ, ഇരുന്ന് വായിക്കാൻ. എന്നാ പിന്നെ വായിക്കല്ലേ? ആ ഇവിടുന്നല്ലേ? പിന്നെ പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നന്നേ ചിരിച്ചു അരുൾ ചെയ്തു രഹസ്യമായി. നിർത്ത്. എന്ത് ശേല വായിക്കണ കേക്കാൻ. വൃത്തിയായിട്ട് അക്ഷരമെങ്കിലും പറഞ്ഞൂടെ? എണീറ്റ് പോവുകത്ത്. അത് ശരിയല്ലല്ലോ. നിങ്ങൾ പറയുമ്പോ വായിക്കാനും പറയുമ്പോ നിർത്താനും ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. ഇവിടുത്തെ മരുമോളാ. ഞാൻ ഈ രാമായണം മുഴുവൻ വായിക്കും. നോക്കിക്കോ, ഇതെന്റെ സ്വാതന്ത്ര്യോ? അല്ല പിന്നെ. അഭിഷേക മിളകമായി മോദന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്ത പത്രം മാത്രം. ഞാനതിന്നൊരു കർത്താവ്. ഈശ്വര, ഇത് രാമായണോ അതോ ബൈബിളോ? അമ്മയ്ക്ക് തെറ്റിയതാണോ? അരവിന്ദേട്ടാ, ഓ, എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. എന്താ? ഈ ഉണ്ണിയാമയാണോ ബാത്റൂമിലെ എണ്ണ ഒഴിച്ചെന്ന്? മൈഥിലി, തോന്നിയാസം പറയരുത്. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അമ്മ വീഴുമ്പോ ഉണ്ണിയാമ ഇവിടെ ഇല്ലായിരുന്നു. എണ്ണ ഒഴിച്ചിട്ട് പോയതായിക്കൂടെ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അമ്മയെ ഞാനൊന്ന് സ്നേഹിക്കാന്ന് വിചാരിച്ചപ്പോ ഉണ്ണിയാമ്മ സമ്മതിക്കുന്നില്ല. കഞ്ഞി കോരിക്കൊടുക്കാൻ ഞാൻ ചെന്നപ്പോ ഉണ്ണിയാമ്മ ബലായിട്ടങ്ങ് വാങ്ങിച്ചു. ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി മനഃപൂർവ്വം അമ്മയെ വീഴ്ചതായിക്കൂടെ? എന്തിന്? അതുകൊണ്ട് ഉണ്ണിയാമ്മയ്ക്ക് എന്താ പ്രയോജനം? എന്തെങ്കിലും കാണും. എന്റെ എല്ലാ അവസരങ്ങളും ഓരോരുത്തരായിട്ട് കളയും. അമ്മയ്ക്കാണെങ്കിൽ എന്നോട് ദേഷ്യം കൂടി കൂടി വരുക. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന? ഒന്നും ചെയ്യാനില്ല. സ്നേഹമേ പ്രകടിപ്പിക്കാനുള്ളതാ. നീ പ്രകടിപ്പിക്ക്. എപ്പോഴെങ്കിലും അമ്മ അത് തിരിച്ചറിഞ്ഞോളും. എപ്പോ? ഉണ്ണിയമ്മേ, കഞ്ഞി കുടിപ്പിച്ചോ? ഓ, കുടിപ്പിച്ചു. ഉണ്ണിയമ്മ അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട. ഞാൻ ഒരിക്കലും വലിയ ആളായിട്ടില്ല. പാത്രം കഴുകി വെക്കാൻ എനിക്കറിയാം. ഇനി മേലാൽ അടുക്കളയെ കയറി വന്ന കാലിൽ ഞാൻ മുട്ട സൂചി അടിച്ചു കയറ്റും. എന്റെ വില എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നല്ലേ ഇവർക്ക്. ഇവളാര ഉണ്ണിയേട്ടാ? ദേവനോ അസുരനോ? ദേവനായിട്ടില്ല, അസുരനൊട്ടല്ല താനും. എന്തായാലും അപകടകാരിയല്ല. നിലവിൽ അഴകത്ത് കമ്പനിക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന എല്ലാ വൻകിട ഫാക്ടറികളുമായും നമ്മൾ ടൈപ്പായി കഴിഞ്ഞു. എല്ലാം ഇനി കവിതയുടെ പേർക്കാ. അതായത് അഴകത്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഏത് നിമിഷം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അല്ലേ? ഉണ്ടാവണമെന്നില്ല സോളമ. എല്ലാവരും നേരിട്ട് അന്വേഷിക്കുന്നത് അനന്തുവിനോടാ. തൽക്കാലം അനന്തുവെല്ലാം ശരിവയ്ക്കുന്നത് കൊണ്ട് അഴകത്തമ്മ അറിയണമെന്നില്ല. അറിഞ്ഞാലും കുഴപ്പമില്ല, അറിയുന്നത് തന്നെ നല്ലത്. എല്ലാം കലങ്ങി തെളിഞ്ഞാലേ എനിക്ക് എൻട്രി ആവാൻ പറ്റൂ. കവിതയെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണോ സോളമ? എല്ലാം കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പുല്ലുപോലെ ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കില്ല. എന്റെ സ്വഭാവം ശരിക്കറിയാൻ കവിതയ്ക്ക്. മൂർഖമ്പാമ്പനെ നോവിച്ച് വിടില്ല അവള്. കൊലപാതകത്തിന് ഒരേ തെളിവുണ്ട് എന്റെ കയ്യിൽ. കൊലപാതകവും? ആരെ കൊന്നു? അതല്ല, കൊലപാതകം വരെ ചെയ്യേണ്ടി വന്ന തെളിവുണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടി വരില്ല വക്കീലേ. അതിനേക്കാളും വലിയൊരു കൊളുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താ അത്? പ്രേമം. മുഖത്ത് നോക്കി അടങ്ങാത്ത ആഗ്രഹങ്ങൾ പറഞ്ഞു ഞാൻ. എന്നിട്ട്? ഒന്നും പറയാറായിട്ടില്ല.
സാധാരണ പെണ്ണല്ലല്ലോ അവള്. എന്നാലും വെറുപ്പില്ല അവൾക്ക്. അതിഷ്ടമായിട്ട് വന്ന അനന്തുവിന്റെ കാര്യം കഷ്ടാവും. എന്റെ പണത്തോടും പെണ്ണിനോടുമുള്ള മോഹങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ബാലാമണിയുടെ മുഖത്തെന്തോ ഒരു വിളർച്ച. വല്ലാതിരിക്കുന്നു. ഏയ് ഒന്നുമില്ല. എന്തു പറ്റിയിട്ടാ ഒരു വിഷമം പോലെ? എനിക്ക് പേടിയാവുക ചേച്ചി. വയറിനൊരു വശത്തുനിന്ന് വേദന പോലെ. എപ്പോഴുമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രോ. ഈ സമയത്ത് വയറിൽ വായു കെട്ടും. ചിലപ്പോ അതായിരിക്കും. ആയിരിക്കും അല്ലേ? ഭയങ്കര വേദന ഉണ്ടോ? എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ട, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പൊ സാരില്ല കേട്ടോ, മാറിക്കോളും. അധികവും പേടിയുണ്ടല്ലോ ചേച്ചി. നല്ലതൊന്നും നടന്നിട്ടില്ലല്ലോ ഇന്നുവരെ ഈ ജീവിതത്തില്.